ഹലോ. അപ്പോൾ നമ്മൾക്കിന്നൊരു സിമ്പിളായിട്ടൊരു മീൻ കറി വെച്ചാലോ? ഇതാ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉലുവയും കടുകൊക്കെ ഇട്ടിട്ട് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഒന്ന് വഴക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട ശേഷം നമുക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വാടി വരണം. വാടി വന്ന ശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ഒരു പച്ച മണം മാറുന്നത് വരെ 1-2 മിനിറ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ കറി പറയുമ്പോൾ പുളി വേണമല്ലോ. അപ്പം ഞാൻ എന്താ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളമൊക്കെ ചേർത്ത് എന്നിട്ട് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ. എന്നിട്ട് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് നല്ലോണം തിള വന്നിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അയിലയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതാ ഞാൻ അയില കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ലോണം കുറുകി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മീൻ കറി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് മീൻ കറി വയ്ക്കാറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.